ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് ഓർമ്മകളും ഒരുപാട് ഇഷ്ടവുമുള്ള ഒരാളുടെ സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എൻ്റെ ചെറിയ കാലങ്ങളിൽ ഞാൻ ഒത്തിരി സ്നേഹിച്ചിരുന്നത്, ഒത്തിരി പ്രാർത്ഥിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അൽഫോൻസാമ്മ. അൽഫോൻസാമ്മയുടെ ചെറിയ ഒരു ഫോട്ടോസ് നമുക്കൊക്കെ തരുമായിരുന്നു. അൽഫോൻസാമ്മയുടെ പടമുള്ള ഒരു ഫോട്ടോയും അതിൻ്റെ ബാക്കിലൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ചെറുപ്പകാലങ്ങളിൽ ഒത്തിരിയും ഞാൻ എന്ത് ചെയ്യുമായിരുന്നു, ആ പ്രാർത്ഥനകൾ ചൊല്ലുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു, ഇഷ്ടപ്പെടുമായിരുന്നു. അതുപോലെയൊക്കെ ആകാനായിട്ട് എനിക്ക് ഒത്തിരി താല്പര്യം ഉണ്ടായിരുന്നു അന്ന് എൻ്റെ ചെറിയ കാലഘട്ടത്തിൽ. അപ്പം എനിക്ക് അൽഫോൻസാമ്മയെ കുറിച്ച് ഒരുപാട് കഥകൾ എനിക്ക് എൻ്റെ വല്യമ്മയും ഒക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അൽഫോൻസാമ്മ എന്ന് പറയുന്ന ഒരു ബാല്യകാലമുള്ള ഒരു സ്ത്രീ, ഒരു കുട്ടിയായിരുന്നു അൽഫോൻസാമ്മ. അൽഫോൻസാമ്മയ്ക്ക് അച്ഛനും അമ്മയും ഉണ്ടായിരുന്നില്ല. അൽഫോൻസാമ്മയുടെ വീടും അൽഫോൻസാമ്മയുടെ കളിച്ച് നടന്ന മണ്ണിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അൽഫോൻസാമ്മയുടെ ഇവിടുന്ന് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ചർച്ചും അപ്പുറത്തുണ്ട്. അപ്പം ഞാൻ അങ്ങനെ ആണ് ഇവിടെ വന്നത്. അപ്പം അൽഫോൻസാമ്മയുടെ വീടുണ്ട്. ഇപ്പം ഇത് സിസ്റ്റേഴ്സാണ് നോക്കുന്നത്. ഈ വീടും മ്യൂസിയമായിട്ടും ഇവിടെ കോൺവെൻ്റായിട്ടും സിസ്റ്റേഴ്സാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് ഉള്ളത്. കോൺവെൻറ്റും ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ചാപ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റേഴ്സ് കോൺവെൻറ്റുകളിലൊക്കെ അവർക്ക് പ്രാർത്ഥിക്കാനും അവർക്ക് ധ്യാനിക്കാനുമുള്ള ചാപ്പൽ, ചെറിയ ചെറിയ പള്ളികളുണ്ട്. ആ ഒരു പള്ളിയാണിത്, ചാപ്പൽ. അപ്പോൾ എപ്പോഴും അവർക്ക് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണമല്ലോ സിസ്റ്റേഴ്സ്, കന്യാസ്ത്രീകൾ. അപ്പോൾ അൽഫോൻസാമ്മയുടെ വീടിരുന്ന സ്ഥലം ഇപ്പോൾ ഒരു കോൺവെൻ്റായിട്ട് മാറിയിട്ടുണ്ട്. വീട് ഉള്ള സ്ഥലം മ്യൂസിയമായിട്ടുണ്ട്, ആൾക്കാർക്ക് സന്ദർശിക്കാനായിട്ട്. പിന്നെ അൽഫോൻസാമ്മയെ മരിച്ച് അടക്കിയിരിക്കുന്ന സ്ഥലമൊക്കെ ഭരണങ്ങാനത്താണ്, അതും എനിക്കറിയാം. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷത്തോടെയാണ് ഞാനിവിടെ വന്നത്. അൽഫോൻസാമ്മ നടന്ന് കളിച്ച് വളർന്നിരിക്കുന്ന മണ്ണിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഞാൻ ഈ പള്ളിയിൽ കയറി ഇപ്പോൾ സിസ്റ്റേഴ്സ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പള്ളിയിൽ ഞങ്ങൾ കയറി ഞാനിപ്പോൾ ഇവിടെ ഇരുന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ പോകാം. ഇതൊരു ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ്. ജീവിച്ചിരുന്ന് നല്ലത് ചെയ്ത് നല്ല പ്രവർത്തികൾ ചെയ്ത്, അതായത് യേശുവിന് വേണ്ടി ജീവിച്ച് വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ഒരാളാണ് വാഴ്ത്തപ്പെട്ട അൽഫോൻസാമ്മ എന്ന് പറയുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. ഒരുപാട് കഥകൾ ഞാൻ വായിച്ചിട്ടുണ്ട്, ഒരുപാട് ചരിത്രങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് നേരിട്ട് വന്ന് കാണാനും ഒരു ഭാഗ്യം കിട്ടി. ഇതെൻ്റെ ലൈഫിലൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഞാൻ അകത്ത് കയറി ഞാൻ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ച് തൊഴുതിട്ട് ഞാൻ വെളിയിലോട്ട് ഇറങ്ങി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇത് മാതാവിൻ്റെ ഒരു ഒട്ടച്ച്, ഇതെല്ലാം കോൺവെൻ്റാണ് കേട്ടോ. ഇതാണ് അൽഫോൻസാമ്മയുടെ വീട്. അൽഫോൻസാമ്മയുടെ വീട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. നേരെ പോയിട്ട് വരാം. ഇതെല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. കരിങ്കല്ലിലാണ് പണിതിരിക്കുന്നത്. എല്ലാം കരിങ്കല്ലിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. മ്യൂസിയമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള, എൻ്റെ ജീവിതത്തിൽ ഒരുപാട്, അതായത് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വന്നത്. അന്ന് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആളായിരുന്നു അൽഫോൻസാമ്മ. മാതാവൊക്കെ ആയിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്നത്. അൽഫോൻസാമ്മ എന്ന് പറഞ്ഞ ചരിത്രം ഒരുപാടുണ്ട് കേട്ടോ. അവസാനം കല്യാണം വേണ്ടാന്ന് വെച്ച് അവസാനം വീട്ടുകാരോടുള്ള ദേഷ്യത്തിന് അത്ര സൗന്ദര്യവതിയായിരുന്നു അൽഫോൻസാമ്മ. ഒത്തിരി സൗന്ദര്യമുള്ളൊരു കുട്ടിയായിരുന്നു അൽഫോൻസ. കല്യാണാലോചനകളൊക്കെ വന്നപ്പോഴും എല്ലാവരോടും ഉള്ള ദേഷ്യത്തിന് ഉമിക്കകത്ത്, അതായത് പണ്ടൊക്കെ ഇങ്ങനെ ഉമി കരിച്ചിടുമല്ലോ, അങ്ങനെ ഉമിക്കകത്ത് ചാടി എന്ത് ചെയ്തു സ്വയം പൊള്ളലേൽക്കും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഒരുപാട് പോരാടിയ ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഈ നിലയിൽ പുള്ളിക്കാരത്തിയുടെ എല്ലാ കാര്യങ്ങളും ഇതാ ഉണ്ടോ. പുള്ളി അൽഫോൻസ് ആണോ അല്ലേ? അൽഫോൻസിൻ്റെ വീടാണ്. അതാണോ വീട് കേട്ടോ. കേരളത്തിലുണ്ടല്ലോ, ഇതിനകത്ത് കേരളത്തിലിരിക്കുന്നു. Relaxing praying area, silence, prayer silence.
അങ്ങനെയായിരുന്നു അൽഫോൻസാമ്മ. എൻ്റെ നാട്ടിലുള്ളവർക്കൊന്നും ഈ ഭാഗ്യം കിട്ടിയിട്ടില്ല കേട്ടോ. ഞങ്ങൾക്ക് ഒത്തിരി ഭാഗ്യമായിട്ട് ഞങ്ങൾ കരുതുന്നത്. കാരണം ഞാൻ ആരെയും നിന്ദിച്ചിട്ടില്ല. ഞാൻ ബഹുമാനിച്ചവരെയും ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരുന്നു. ഓരോ സങ്കടങ്ങളിലും ഞാൻ അൽഫോൻസാമ്മയുടെ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. അൽഫോൻസാമ്മയുടെ മുഖം ഇങ്ങനെ ഒരുപാട് നോക്കുമായിരുന്നു. ഞാൻ പടത്തിൽ കണ്ടിരുന്ന അൽഫോൻസാമ്മയാണ് ഇത്. ഇങ്ങനെയായിരുന്നു ആ പടം ഉണ്ടായിരുന്നു. ഇത്രയും അത്ര ഭംഗിയതിൻ്റെ അത്രയും സുന്ദരിയായിരുന്നു അൽഫോൻസ്. ഇത് അൽഫോൻസാമ്മയുടെ വീടായിരുന്നു. നടന്ന വീടാണിത്. കണ്ടോ അത്രയോ വീട് നോക്കി റൂംസൊക്കെ കാണിച്ചായിരുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും. അഴിയുന്നില്ലെങ്കിൽ ഇതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതുപോലെ ഇരിക്കും. അഴിയുന്നെങ്കിലും അത് വളരെ ഫലം പുറപ്പെടുവിക്കും. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളാകുന്ന ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ അങ്ങ് വിധേയപ്പെട്ട് ദൈവത്തിന് വിധേയപ്പെട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ, താഴ്മയുണ്ടെങ്കിൽ മാത്രമേ അത് ഫലം പുറപ്പെടുവിക്കൂ എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഗോതമ്പ് മണി എന്ന് പറഞ്ഞ സംഭവം നിലത്തോട്ട് വീണ് അത് അഴുകി അത് അവിടുന്ന് കിളുത്ത് വരുമ്പോഴാണ്, കണ്ടോ ഒരു ശലഭം വന്നിരിക്കുന്നത് നോക്കി. സത്യമുള്ളവർ വരുമ്പോഴാണ് ഇതൊക്കെ എന്ത് ചെയ്യുക വരിക. കണ്ടോ എൻ്റെ കൈ നോക്കി കണ്ടോ എടുത്തെത്തി. എന്ന് വെച്ചാൽ അത് വീണ് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഗോതമ്പ് മണിയിൽ നിന്ന് ഫലം പുറപ്പെടുവിക്കുള്ളൂ. അതാണ് അതിൻ്റെ അർത്ഥം. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും. അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. കാരണം ജീവിച്ചിരുന്നപ്പം വളരെയധികം ഫലം പുറപ്പെടുവിച്ചു, നല്ല രീതിയിൽ മരിച്ചു, ഇന്നും ജീവിക്കുന്ന ആളായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതാണ്. വാഴ്ത്തപ്പെട്ട അൽഫോൻസാമ്മ എന്ന് അംഗീകരിച്ചിരിക്കുന്നതാണ് അൽഫോൻസയെ. അതാണ് ഇന്നും ജീവിച്ചിട്ടും മരിച്ചു പോയിട്ടും